പ്രിയമുള്ളവരെ നമസ്കാരം. വീണ്ടും മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യുന്ന വിഷയം ഈ വ്യാഴവട്ടക്കാല ബുദ്ധിജീവികൾ, അത് പ്രത്യേകിച്ച് പറഞ്ഞാൽ കഴിഞ്ഞ 11 വർഷത്തിനോടിടയ്ക്ക് കൂണുപോലെ മുളച്ചു വന്ന ഇവിടുത്തെ ചാനലുകളെല്ലാം കൂടെ ചേർന്ന് അക്വേറിയത്തിൽ വളർത്തുന്ന മീനുകളെപ്പോലെ അവർ പരിപാലിച്ചെടുക്കുന്ന കുറേ ബുദ്ധിജീവികളും കുറേ ചർച്ചകന്മാരുമുണ്ട്. അതിൽ ചില പ്രമുഖ വ്യക്തികൾ ഇടയ്ക്കിടയ്ക്ക് അവരിലെ ചർവിത ചർവണം പുറത്തേക്ക് വിടാറുണ്ട്. അതിൽ കഴിഞ്ഞ ദിവസം കണ്ട ഒരു ചാനൽ ഒരു ബുദ്ധിജീവിയുടെ ഒരു ചാനൽ പ്രോഗ്രാമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. കാരണം TG മോഹൻദാസ് എന്ന പ്രമുഖ ബുദ്ധിജീവി, ഈ ബുദ്ധിജീവി കഴിഞ്ഞ ദിവസം 1-2 വീഡിയോകൾ ഇറക്കുകയുണ്ടായി. അതിലൊന്ന് നമ്മുടെ അഹമ്മദാബാദ് ദുരന്തമാണ്. കേന്ദ്ര സർക്കാർ തന്നെ ബ്ലാക്ക് ബോക്സൊക്കെ കണ്ടുപിടിച്ച് 3 മാസത്തിനകം വിദഗ്ധമായ ഒരു അന്വേഷണ റിപ്പോർട്ട് പുറത്തു വരുമെന്ന് പറയുമ്പോൾ 3.25 മണിക്കൂറിനകം, അപകടം നടന്ന് 3.25 മണിക്കൂറിനകം നമ്മുടെ ബുദ്ധിജീവി അതിൻ്റെ എല്ലാ വശവും കണ്ടുപിടിച്ച് ഒരു വലിയ അഭിപ്രായം പ്രകടിപ്പിക്കുകയുണ്ടായി. ഈ സംശയം ഒരു രോഗമാണ്. അത് കുടുംബനാഥന്മാരിലും കുടുംബനാഥകളിലും ഉണ്ടാകുന്നത് മാത്രമല്ല, ബുദ്ധിജീവികൾക്കിടയിലും ഉണ്ടെന്ന് പറയുന്നത് ഉദാത്തമായ തെളിവാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്. അദ്ദേഹത്തിൻ്റെ നിഗമനങ്ങൾ എന്ന് പറഞ്ഞാൽ, അല്ലെ സംശയം എന്ന് പറഞ്ഞാൽ, ഇത് ഇന്ത്യക്കകത്ത് പാകിസ്ഥാൻ കയറി അടിച്ചതാണ് 99%. പിന്നെ 1% അദ്ദേഹത്തിൻ്റെ നോട്ടത്തിൽ ഒരു പക്ഷെ തുർക്കി ചെയ്ത കൊടും ക്രൂരതയാവാം എന്നുള്ളതാണ്. പക്ഷെ നമ്മുടെ വിഷയം അതല്ലാത്തതുകൊണ്ട് അതിലേക്ക് കൂടുതൽ ഞാൻ പോകുന്നില്ല. നമ്മുടെ വിഷയം എന്ന് പറയുന്നത്, ഈ കഴിഞ്ഞ ദിവസം ഇറാനും ഇസ്രയേലും തമ്മിലുള്ള സംഘർഷം തുടങ്ങിയിരിക്കുകയാണ്. അത് വളരെ രൂക്ഷമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇദ്ദേഹം ആ ഇറാൻ്റെ ഉള്ളിൽ കയറി ഇസ്രയേലിൻ്റെ മൊസാദ് എന്ന രഹസ്യാന്വേഷണ സംഘടനയുടെ നേതൃത്വത്തിൽ, അല്ല അവിടുത്തെ മിലിറ്ററിയുടെ നേതൃത്വത്തിൽ ഇറാനകത്ത് നടന്ന ഉഗ്രമായ സ്ഫോടനങ്ങൾ, വളരെ വിദഗ്ധമായിട്ട് അവരുടെ വളരെ തന്ത്രപ്രധാനമായ മേഖലകൾ നശിപ്പിച്ചു എന്ന് മാത്രമല്ല, അവരുടെ തന്ത്രപ്രധാനികളായ വ്യക്തികളെ വളരെ കൃത്യതയോടെ അവരുടെ ആവാസ സ്ഥലത്ത് ചെന്ന് അവരെ നശിപ്പിച്ചു കളഞ്ഞു. ഇതിന് തൊട്ടു മുമ്പും ഇറാനിൽ തന്നെ കയറി ഹമാസിൻ്റെ നേതാവിനെ തകർത്ത് കളഞ്ഞത് നമ്മൾ കണ്ടതാണ്. ഏതാണ്ട് അതേ രീതിയിലാണ് നമ്മളുടെ ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാനകത്ത് സാധാരണ ജനങ്ങൾക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാകാതെ അവരുടെ തന്ത്രപ്രധാന മേഖലകളിൽ വേണ്ട രീതിയിലുള്ള അടി കൊടുത്തിട്ട് ഇറങ്ങിപ്പോകുന്നത് എന്നതും നമ്മൾ കണ്ടതാണ്. പക്ഷേ ഒരു ബുദ്ധിജീവി ആകുമ്പോൾ, മോഹൻദാസ് സാറിനെ പോലുള്ളൊരു ബുദ്ധിജീവി ആകുമ്പോൾ നമ്മൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ വേണമല്ലോ ഈ കാര്യങ്ങളൊന്ന് വിശദീകരിക്കാൻ. അതിന് ഉദാഹരണങ്ങളൊക്കെ വേണമല്ലോ. കാരണം നമ്മൾ സാധാരണക്കാരല്ലേ, മോഹൻദാസ് സാറിനെ പോലുള്ള വലിയ ബുദ്ധിജീവിയൊന്നും അല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം അതിനൊരു ഉദാഹരണം പറഞ്ഞതാണ് നമ്മളിവിടെ ചർച്ചയ്ക്ക് എടുക്കുന്നത്. അദ്ദേഹം ഉദാഹരണം പറഞ്ഞത്, നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഒരു സ്റ്റേജിൽ എല്ലാവിധ പോലീസ് സംവിധാനത്തിൻ്റെ ഇടയ്ക്ക് നിന്ന് പ്രഭാഷണം നടത്തുമ്പോൾ പോലും മൊസാദിനെ പോലുള്ളവർ വിചാരിച്ചാൽ വളരെ കൃത്യമായിട്ട് അദ്ദേഹത്തെ തന്നെ ടാർഗറ്റ് ചെയ്ത് മറ്റാർക്കും ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ കൊന്നുകളഞ്ഞിട്ട് പോകാൻ സാധിക്കും എന്നാണ് മോഹൻദാസ് സാറ് ഉദാഹരിച്ചത്. അത് നമ്മൾക്കൊന്ന് കേൾക്കാം. കേട്ടതിന് ശേഷം ബാക്കി കാര്യം പറയുന്നതായിരിക്കും ഉചിതം. മോഹൻദാസ് സാറിൻ്റെ ഭാഷയിൽ തന്നെ നമുക്കതൊന്ന് കേൾക്കാം. ആലോചിച്ച് നോക്ക്, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ പ്രസംഗിക്കാനായിട്ട് വരുന്നു. കാറിൽ നിന്നിറങ്ങി ആൾക്കൂട്ടത്തിനിടയിലൂടെ സ്റ്റേജിലേക്ക് കയറുന്നതിനിടയ്ക്ക് ഇസ്രായേൽ വിചാരിച്ചാൽ പിണറായി വിജയനെ മാത്രമായിട്ട് തീർത്ത് കളയാൻ പറ്റും. തൊട്ടടുത്ത് നിൽക്കുന്ന പോലീസുകാരന് പോലും ഒരു പോറലേൽക്കില്ല. ശ്രീ മോഹൻദാസ് സാറേ, ഈ സ്വപ്ന സുരേഷിനെ അറിയുമായിരിക്കും. ബുദ്ധിജീവി ആയതുകൊണ്ട് ഇത്രയും താഴെത്തട്ടിലുള്ളവരെ അറിയുമോ എന്ന് നമ്മൾക്കറിയത്തില്ല. സ്വപ്ന സുരേഷ് ഒരു കുറ്റാരോപിതയും പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ യഥാർത്ഥത്തിൽ ബദ്ധശത്രുതയും ഉള്ളവരാണ്. പക്ഷെ അവർ പോലും പിണറായി വിജയൻ എന്ന വാക്കല്ല ഉപയോഗിക്കുന്നത്. അവർ പോലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്ന പദമാണ് ഉപയോഗിക്കുന്നത്. ആ മാന്യതയെങ്കിലും ഒരു ബുദ്ധിജീവി കാണിക്കേണ്ടതായിരുന്നില്ലേ എന്ന് ഒരു സംശയം, ഞങ്ങളൊരു സംശയരോഗിയായിട്ട് അങ്ങോട്ട് ചോദിക്കുകയാണ്. അദ്ദേഹം താങ്കളിൽ നിന്ന് പകർന്നതാണെന്ന് ചോദിച്ചാൽ ആവാനും സാധ്യതയുണ്ട്. ഇതാണ് ഇവിടുത്തെ ഈ കഴിഞ്ഞ 11 വർഷം കൊണ്ട്
മുളച്ചു പൊങ്ങി വന്ന കുറേ ബുദ്ധിജീവികളും കുറേ ചർച്ചികന്മാരും ഉണ്ട്. ഇവരെല്ലാം ഇവിടുത്തെ ഈ കൂണ് പോലെ മുളച്ച ചാനലുകാർ അക്വേറിയത്തിൽ വളർത്തിയെടുക്കുന്ന എന്നുള്ളതിന് വ്യക്തമായ തെളിവാണിത്. അതുകൊണ്ടാണല്ലോ ഒരു സുപ്രഭാതത്തിൽ ഇന്ന് വൈകിട്ട് അന്തിച്ചർച്ചയിൽ വരെ ഒരു ആശയത്തിന് വേണ്ടി ശക്തമായ നിലപാടെടുക്കുകയും ചർച്ചയുടെ നേതാവായിട്ട് നിലകൊള്ളുകയും ചെയ്യുന്ന വ്യക്തി പിറ്റേ ദിവസം രാവിലെ നേരം വിളിക്കുമ്പം അദ്ദേഹം ഇന്നലെ രാത്രിയിൽ ആരെ എതിർത്തോ അവർക്ക് വേണ്ടി വായാടിത്തം പറയാനായിട്ട് അവിടുത്തെ ചർച്ചകനായിട്ട് കടന്നു വരുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്ത് തീറ്റയാണോ അക്വേറിയത്തിലേക്ക് ആരാണ് ഇട്ട് കൊടുക്കുന്നത് അത് കൊത്തി വലിച്ച് ജീവിക്കുന്ന ഇവർ ഈ കഴിഞ്ഞ ഒരു വ്യാഴവട്ടം കൊണ്ട് വളർന്നു വന്ന ഈ ബുദ്ധിജീവികളിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്ന മലീമസതയുടെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ശ്രീ TG മോഹൻദാസ് സാറിൻ്റെ നാവുകളിൽ നിന്ന് വന്നത്. ഏറ്റവും വലിയ മലീമസത, ഏറ്റവും വലിയ അശ്ലീലമായി പോയി താങ്കളുടെ ഈ ഉദാഹരണം. താങ്കൾക്ക് ഈ സമൂഹത്തിൽ അല്ലെങ്കിൽ ഈ ലോകത്ത് തന്നെ എത്രയോ ഉന്നതരായ നേതാക്കളെ ഇതിനു വേണ്ടി ചൂണ്ടിക്കാണിക്കാനുണ്ട്. ഇനി അതുവേണ്ട, സംഘർഷം നടക്കുന്ന സ്ഥലത്തെ നേതാക്കന്മാരെ തന്നെ ചൂണ്ടിക്കാണിക്കാമല്ലോ. അതും പോരാഞ്ഞിട്ട് അതല്ലെങ്കിൽ താങ്കൾക്ക് താങ്കളെ തന്നെ ഉദാഹരിക്കാമല്ലോ. ഒരു ക്രൗഡിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ ഒരു സ്റ്റേജിൽ താങ്കളെ പോലെ ഒരു ബുദ്ധിജീവി പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ എത്ര സെക്യൂരിറ്റി സംവിധാനം ഉണ്ടെങ്കിലും താങ്കളെ വേണമെങ്കിലും മൊസാദിന് ടാർഗറ്റ് ചെയ്യാം എന്ന് വേണേൽ പറയാമല്ലോ. ഈ സഖാവ് പിണറായി വിജയനെ മാത്രം എടുത്ത് അല്ലെ ഇവിടുത്തെ മുഖ്യമന്ത്രിയെ മാത്രം എടുത്തിട്ട് വീശേണ്ട കാര്യമില്ലായിരുന്നു. അത് താങ്കളിലെ ആ മലീമസത, താങ്കളിലെ ആ മാലിന്യം മുഴുവനും പുറത്തു വരുന്ന ഒന്നായിപ്പോയി എന്ന് വിനീതമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം.